ഡേ 2 ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഗോവ. അപ്പോൾ നമ്മൾ ഗോവയ്ക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് എത്ര മണിക്കൂർ? അത്രയും ടൈം വീണ്ടും നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ ഓൺ ദ വേയിൽ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോവാം. അപ്പം നമ്മൾ വീണ്ടും ലഗേജൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വണ്ടി ഇറക്കുകയാണ്. നമ്മളപ്പോൾ ചെക്കൗട്ട് ചെയ്തു. നമ്മൾ സ്ട്രെയിറ്റ് ടു ഗോവ. അപ്പം പോണ വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഇങ്ങനെ ലാവിഷായിട്ട് അടിച്ചു വിളിച്ച് പോവാം. ഓക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉടുപ്പിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പ്രഭൂസ് കിച്ചൺ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കാം. അപ്പം ഞാൻ പൂരി പറഞ്ഞു, കണ്ണട ഇഡ്ഡലി പറഞ്ഞു, പിന്നെ ഇവിടെ എന്തൊരു ബൻസ് എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം, ബൻസിനെ കാണിച്ചു തരാം. ഇതാ ഗൈസ് ബൻസു. ഇതിൻ്റെ ഒപ്പം മസാലക്കറിയും തന്നിട്ടുണ്ട് അവർ. അതിൻ്റെ കൂടെ ചട്നി ഉണ്ട്. ഇതെന്താ ഐറ്റം എന്നുള്ള അറിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ ബൻസു ട്രൈ ചെയ്യാൻ പോകണം. ബണ്ണല്ല, പത്തിക്ക് നല്ല മധുരമുള്ള പോലെ വീർപ്പിച്ചു നോക്കിയിട്ടാണ്. കണ്ണൻ്റെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും വന്നിട്ടുണ്ട്. എൻ്റെ പൂരിയും മസാലയും ചട്നിയും വന്നിട്ടുണ്ട്. നമുക്ക് കഴിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. പ്രഭൂസ് കിച്ചൺ ഇതാണ് കേട്ടോ ഹോട്ടലിൻ്റെ പേര്. സൂപ്പർ ഫുഡാണ് അവിടുത്തെ. ഞാൻ കഴിച്ച പൂരി ആയാലും ഇവൻ്റെ ഇഡ്ഡലി ആയാലും. അത് കഴിഞ്ഞ് ബൺസൂ അല്ല, ബൺസ് എന്നാണ് എൻ്റെ പേര്. അവർ പറയുമ്പോൾ സൂ വരണ, ശരിക്കും ബൺസ് എന്നാണ് അതിൻ്റെ പേര്. അതിന് ചെറിയ ലൈറ്റ് മധുരമൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ മസാലയിൽ മുക്കിയത് കഴിക്കണേ. ചട്നി ഉണ്ട്, നല്ല സാധനമായിരുന്നു. ഇതുവരെയായിട്ട് ഫുഡിനൊന്നും ഒരു പ്രശ്നം വന്നില്ല. സെറ്റ് ഫുഡാണ് ഇതുവരെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലുണ്ട്. വേഗം പോവാം. നെക്സ്റ്റ് ലൊക്കേഷനിൽ കാണാം. ഏതോ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബീച്ചാണെന്ന് തോന്നുന്നു. ആരും ഇറങ്ങുന്നൊന്നും കാണില്ല. ബട്ട് ഇറ്റ്സ് എ ബീച്ച് റോഡ്. പിന്നെ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കൊണ്ട് സൈഡിൽ കൂടെ പോകാൻ നല്ല രസമല്ലേ. ആൻഡ് ആ ബീച്ച് രണ്ട് കളറാണ് കേട്ടോ. ഒരു പകുതി വരെ ഒരു ഡാർക്ക് ബ്ലൂ, പിന്നെ അങ്ങോട്ട് പച്ച കളർ ഇല്ലേ. നോക്ക്, ശരിക്കും അതെ. ഒരു കുറച്ച് ഭാഗം പകുതി വരെ എന്നാണ് നമ്മുടെ സൈറ്റിൽ പകുതി. കുറച്ച് ഭാഗം ഡാർക്ക് ബ്ലൂ പോലത്തെ ഒരു കളർ, പിന്നെ അങ്ങോട്ടൊരു ഗ്രീൻ കളറായിട്ട് വേറൊരു കളർ അവിടെ തര. അതെനിക്ക് തോന്നുന്നു 2 കടലാണെന്ന് തോന്നുന്നുണ്ട് ഇത്. അത് ജോയിൻ ചെയ്യുന്ന സ്ഥലമായിരിക്കും. രണ്ട് കളറല്ലേ. അവിടെ എത്തുമ്പോൾ മറ്റേ കടൽ ഇതിലോട്ട് ഇങ്ങനെ കയറി, അതിൻ്റെ മറ്റേ കടൽ ഈ കടലിൽ കൂടി മിക്സ് ആയിട്ട് തന്നെയാണ്. എന്താണല്ലേ ടെക്നോളജി. ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. സ്ഥലം ഇപ്പോൾ ഇവിടെ എത്തിയെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഭയങ്കരമായിട്ട് ചൂടൊക്കെ കാരണം ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാം. ജ്യൂസ് കടയിൽ പോയി വന്ന് ഇറങ്ങിയേക്കാം. ഞാൻ ഓറഞ്ച് ജ്യൂസും കണ്ണേട്ട വാട്ടർമെലൺ ജ്യൂസും. പക്ഷേ 2 മണിക്കൂർ പോയതേ ഇറങ്ങിയില്ല. സൈഡിലെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ പോയപ്പം ടൈം പോണതേ അറിയില്ല. കൊള്ളാറില്ല. ഇനി എത്ര 3 മണിക്കൂർ അല്ലേ? 3 മണിക്കൂറാണ് ഇനി ഗോവയ്ക്ക് കാണിക്കണേ. പക്ഷെ 3 മണിക്കൂർ എന്നുള്ള കൂടും ഇനിയിപ്പോൾ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങുമ്പം. ശരിക്കും നമ്മൾ ഫുഡ് അടിക്കലാണ് മെയിൻ. ഫുഡ് അടിക്കാത്ത. അപ്പം നമ്മൾ ഗോവയിലോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ലഞ്ച് കഴിക്കേണ്ടി വരും. അപ്പം അതിനൊക്കെ ആയിട്ട് സമയം പോകും. 5-5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഗോവയിൽ എത്താൻ പറ്റും എന്നാണ് വിശ്വാസം. കണ്ണേടിന് വാട്ടർമെലൺ ജ്യൂസും എനിക്ക് ഓറഞ്ച് ജ്യൂസും.
വണ്ടി ഓടിക്കുമ്പോഴേ കാലിന് ഇവിടേക്ക് വേദന വരില്ലേ? അപ്പൊ വേദന പോലെ സെൽഫായിട്ട് മസാജ് ചെയ്യാം. മസാജ് ഞാനൊരു ബസ് സ്റ്റോപ്പിൽ കിടക്കരുന്നു. നല്ല കാറ്റും ഒരു മലയോര ഗ്രാമം പോലത്തെ സ്ഥലം. ഇങ്ങനല്ല, അതിന്റെ പുറത്തേക്ക് ഇങ്ങനെയാ ചെറിയ റോഡ്. പിന്നെ കഴിച്ച് ഇവിടെ മറ്റേ ഗോമാത ആ സെറ്റപ്പാണ്. കാരണം ഇവിടെ കൂടെ ഞാൻ നോക്കുമ്പോഴേ അവിടെ ഒരു ചെറിയ പശുവിനെ ഉണ്ട്. ഒരു ചേച്ചി നടന്നപ്പോഴേ സൈഡിൽ കൂടെ നടന്നില്ല. ആ പശുവിനെ ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഇവിടെ വരുന്നവർ സൂക്ഷിക്കുക. ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക. കർണാടൻ സൗത്ത് ഇന്ത്യൻ താലി. ഞാനിവിടെ ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ട്, ഗോബി മഞ്ചൂരിയനും പറഞ്ഞിട്ടുണ്ട്. ഒരക്ഷയില്ലാത്ത ഫുഡാട്ടോ. ഒന്ന് വിശക്കണോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. സമയം 3 മണിയാവറയും. ഭയങ്കരമായിട്ട് വിശന്നിരിക്കുക. കാട്ടിക്കൂടെയൊക്കെ വന്നായിരുന്നു. ഹോട്ടലൊന്നും ഉണ്ടായില്ല, കുറേ എത്തിക്കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. നല്ല നൈസ് ഫുഡല്ലേ, വേഗം ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ പോണ വഴി കൂടുതലും കാടാണ് എന്നാണ് കാണുന്നത്. കാടാണോ ഇനി വല്ല പാടം പോലെയൊക്കെ സെറ്റപ്പ് ആണോ എന്നറിയില്ല. ഫുൾ ഗ്രീനാണ്. അപ്പോൾ നമുക്കത് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്പീഡിൽ പോകാൻ പോവാം. ഇനിയിപ്പം ഇല്ലെങ്കിൽ രാത്രി ഇരുട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാടൊക്കെ റിസ്ക് ആയിരിക്കും. സോ നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ പോകാൻ പോകാം. അപ്പോൾ ഇനി ഇടയ്ക്ക് നിർത്തലൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പം സ്ട്രെയിറ്റ് ഏതെങ്കിലും ഒരു ടൗൺ എത്തിയിട്ടായിരിക്കും നമ്മൾ നിൽക്കുക. ഓക്കെ, അപ്പം പോവാം. പ്ലെയിനിന്റെ ഒക്കെ വലിപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയത് അല്ലേ? ആണോ?
ഗോവയിൽ സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ബാഗൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അഞ്ജുന ഫ്ലീ മാർക്കറ്റിൽ കൂടെ നടക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെ പാർട്ടി നടക്കുന്നുണ്ട്. അത് ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് പാർട്ടിക്ക് പോകാം എന്നൊരു പ്ലാനിലാണ്. അപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ വാങ്ങിക്കാം. ഗൈസ്, ഇതാണ് അഞ്ജുന ഫ്ലീ മാർക്കറ്റ്. ഫുള്ള് ഇത് മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. ടാറ്റൂൻ്റെ ഇതുണ്ട്, ഡ്രസ്സുണ്ട്, ബാഗുണ്ട്, ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ടീ കടയൊക്കെ ഉണ്ട് കേട്ടോ. നിറച്ച് സൂപ്പർ സൂപ്പർ സാധനങ്ങളാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ എന്താ ഫ്ലീ മാർക്കറ്റിലൊക്കെ പോയി കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുതിയത് മേടിച്ച ഡ്രസ്സാണ്. ഞാൻ ഒരു കഫ്തൻ, കണ്ണേട്ടിനൊരു ഹാഫ് സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ട് പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ മേടിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വൈബ് ചെയ്യാൻ പോകണം അല്ലേ. ഇവിടെ അടുത്തൊന്നും പാർട്ടിയുടെ ഇതില്ല എന്നാണ് പറഞ്ഞേട്ടെ. നമുക്ക് ബാഗ ബീച്ചിന് അങ്ങോട്ട് പോകേണ്ടി വരും എന്നാണ് തോന്നണേ. അതായത് നമുക്ക് പോയി നോക്കാം, പോയിട്ട് കാണാം. എവിടെ കണ്ണേൻ്റെ എവിടെ ഹായ്. നമ്മൾ ബാഗ ബീച്ച് പോയില്ല കേട്ടോ. നമ്മൾ ഈ അഞ്ജുന ബീച്ച് തന്നെ വന്നേക്കണേ. ബാഗ ബീച്ചിക്ക് പോയില്ല, അവിടെ വരെ പോവാനായിട്ട് ടൈം പിടിക്കണേ. അങ്ങോട്ട് പോയില്ല, നമ്മൾ ഇവിടെ തന്നെ വന്നേക്ക. ഗൈസ്, നമ്മൾ സ്റ്റേയിൻ്റെ അടുത്ത് തന്നെ ബീച്ച് കാണാൻ വന്നേക്കാം. ഇവിടെ അടുത്ത് തന്നെ ഫുഡിൻ്റെ സ്ഥലമുണ്ട്. നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാം. ബീച്ച് വൈബ് നൈസാണ്. കാണിച്ചാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബീച്ചിൽ കൂടെ നടന്നുകൊണ്ടിരിക്കാം അല്ലേ. നൂഡിൽസ് ആണ് കേട്ടോ കഴിച്ചേ. എന്താ ഹക്ക നൂഡിൽസ് അല്ലേ, അതാ കഴിച്ചേ. കൊള്ളായിരുന്നു. പക്ഷെ ഒന്നാമത് ഉച്ചക്കാലത്തെ ബിരിയാണി കഴിച്ചതോടുകൂടി എൻ്റെ വിശപ്പ് ഇപ്പോഴും വന്നിട്ടില്ല. ഭയങ്കര ഹെവി ആയിരുന്നു അത്. അപ്പം ഇനി ഞങ്ങൾ ബീച്ചിൽ കുറച്ച് നേരം കളിച്ചിടക്കാൻ പോവാം. കളിച്ചിടക്കുന്നൊന്നുമില്ല, കുറച്ച് നേരം ഇങ്ങനെ ബീച്ചിൽ നോക്കി നിന്നിട്ട് റൂമിൽ പോയിട്ട് കിടന്ന് ഉറങ്ങണം. എന്നാലേ നാളെ നമുക്ക് വന്ന് അടിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നനയ്ക്കണ്ട. ഗൈസ്, അങ്ങനെ ബീച്ചിൽ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും സ്റ്റേയിലോട്ട് വന്നു. ഇത് ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടേജ് അല്ല, ഹോം സ്റ്റേ ആണ് കേട്ടോ. അപ്പം ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡേ 2 ഇവിടെ അവസാനിച്ചു. നാളെ കളർഫുള്ളായിരിക്കും അല്ലേ. അതെ, അങ്ങനെ പ്ലാൻ. ഇന്നിപ്പോൾ ബാഗ ബീച്ച് അല്ല കേട്ടോ, നമ്മൾ അഞ്ജുന ബീച്ചിലാണ് പോയത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ബീച്ചാണ്. എത്തി. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. 12:41 കിടന്നുറങ്ങാൻ പോകുന്നു. ബൈ, ഗുഡ് നൈറ്റ്. നാളെ കാണാം.